പാലക്കാട് പഴയമ്പാടത്ത് റോഡിന് ഗ്രിപ്പ് വരുത്തുന്ന നടപടികൾ ആരംഭിച്ചു. സംയുക്ത പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് റോഡിൽ ഡയമണ്ട് കട്ടിംഗ് നടത്തി ഗ്രിപ്പ് വരുത്തുന്ന നടപടികൾ ആരംഭിച്ചത്. അതേസമയം വിവിധ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട് കലക്ടർക്ക് സമർപ്പിച്ചു. കൂടാതെ കരിമ്പ സ്കൂളിൽ മരിച്ച വിദ്യാർത്ഥികളുടെ അനുസ്മരണ യോഗവും നടന്നു. നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്ത് റോഡിൽ ഗ്രിപ്പ് വരുത്തുന്ന നടപടികൾ ആരംഭിച്ചു. പനയമ്പാടം കയറ്റം മുതൽ അപകട മേഖലയും കടന്ന് ചെറിയ പനയമ്പാടം വരെയാണ് ഡയമണ്ട് കട്ടിംഗ് നടത്തി റോഡിൽ ഗ്രിപ്പ് വരുത്തുന്നത്. റോഡിലെ അപകട മേഖലകളിലെ മുഴുവൻ മിനുസക്കൂടുതൽ പരിഹരിക്കുകയാണ് ഉദ്ദേശം. നേരത്തെ റോഡിൽ വേഗപരിധി കുറയ്ക്കുകയും ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഗതാഗത വകുപ്പ് മന്ത്രിയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അപകടസ്ഥലം സന്ദർശിച്ചിരുന്നു. റോഡിന് നടുവിൽ സിമന്റ് ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ നടപടികൾ ഉടൻ ഉണ്ടാവും. അതേസമയം വിവിധ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ഉടൻ അവതരിപ്പിക്കും. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. 2 മാസത്തിനിടെ 6 പേര് മരിച്ച കല്ലടിക്കോട്, അയ്യപ്പൻകാവ്, മുണ്ടൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിയത്. കൂടാതെ കരിമ്പ സ്കൂളിൽ ഇന്ന് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ അനുസ്മരണ യോഗം നടന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ജനം, പാലക്കാട്.